ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് അവൻ നല്ല ഇതല്ലേ, നല്ല പാവമാണ് ആളെ. നമ്മളെ വേറെ കുഴപ്പക്കാരനൊന്നുമല്ല. മുൻപ് വിദേശത്തായിരുന്നു. അവന്റെ ഉമ്മയും അനിയനും എല്ലാം വിദേശത്തായിരുന്നു. ഇപ്പൊ വിസിറ്റ് പോയിട്ട് വന്നതാണ്. എന്താണ് ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് അറിയാവുന്നത്? നമുക്ക് മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള വിഷയമാണെന്ന് നമുക്കറിയില്ല. ഇപ്പം പറയുന്ന കുടുംബത്തിന് സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും, പിന്നെ തള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. പിന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കുട്ടികളെ നല്ല ഇതാണ്. പിന്നെ മറ്റുള്ളവരൊക്കെ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിരുന്നു എന്ന് പറയുന്നു. അത് നമ്മൾ കണ്ടിട്ടില്ല. പെൺകുട്ടിയെ കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് മരണപ്പെട്ടതെന്ന് പറയുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് വ്യക്തതയില്ല. വ്യക്തതയില്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു കൊലപാതകം നടന്ന് നമ്മുടെ നാട്ടിലാരും അറിഞ്ഞില്ലേ? ഇല്ല, ഞങ്ങളായാലും 6 മണിക്ക് ശേഷമാണ് ഇത് അറിയണത്. ഇവിടെ ഫയർ പോലീസും ഒക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയണത് സംഭവം, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ് ഇതുപോലെ ഒരു സംഭവം നടക്കുന്നു ഇവിടെയാണ്. അവൻ ഇവിടെ നിന്ന് ഇത് നടത്തിയിട്ട് നേരെ പോയി. അവർ പാങ്ങോട് അവൻ്റെ വാപ്പുമ്മായ കണ്ട ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പൂനമങ്ങ SM പുരത്ത് വന്ന് അവിടെ 2 പേരെ കണ്ട. അത് അവൻ്റെ മാമായോ മാമിയോ എന്ന് പറയുന്നേ. അത് ഇതിലുൾപ്പെട്ടാണെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്ന് ഈ റൂമൊക്കെ അടച്ച് തള്ളയും അനിയനെയും. തള്ള റൂമിനകത്താണ് കിടന്നത്, അനിയൻ ഹാളിൽ, മറ്റേ പെൺകുട്ടി റൂമിനകത്താണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അവർ കൊണ്ടുപോയി. തള്ള ഇപ്പോഴും വേറെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എന്തെന്ന് അറിയില്ല. അല്ല, തള്ള ഐസിയിലാണെന്നാണ്. ബാക്കി 5 പേരും ഒക്കെ മരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് ഉറപ്പ് വന്നില്ല. നമ്മൾ വെഞ്ഞാറമൂട്ടിലുള്ളതാണെന്നും ഈ മാമിയുടെ മോളാണെന്നും സംശയമുണ്ട്. ഈ ലത്തീഫും ഭാര്യയും മരിച്ചിട്ടുണ്ട്. അത് അവന്റെ മാമിയാന്നാണ് പറയുന്നത്. അപ്പൊ അവിടുത്തെ പെൺകൊച്ച് അവരെ പോയി കൊല്ലാൻ കാരണം പിന്നെ അവിടുത്തെ കൊച്ചാണോന്ന് അറിയാൻ വയ്യ. അതെല്ലാം ഉള്ളതാണോ ഏതാണെന്ന് അറിയാൻ വയ്യാത്തൊരു വ്യക്തമായി. ഇത് മൊത്തം ആൾക്കാർ ഇത് ഇവിടെ സംഭവം നടന്ന് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ലേ കാര്യങ്ങൾ ഇവിടെ അറിയുന്നത്. അല്ലാതെ വേറെ ആരും അറിയില്ല. ആദ്യം പോയി പാങ്ങോട് അവൻ്റെ വാപ്പാര ഉമ്മയാണ് കൊന്നിട്ട് വന്നത്. അതിപ്പോഴും വിളിച്ചു ചോദിച്ചപ്പോൾ അടുത്തുള്ള അതിലൊക്കെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. തീർച്ചയായും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതയാണ് നാട്ടുകാരും പങ്കുവയ്ക്കുന്നത്.